അഞ്ചാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിജറ 450 ജനിച്ച് 505 വഫാത്തായ ലോകപ്രശസ്തനായ ചിന്തകനും തത്വജ്ഞാനിയും അതിലേറെ ഇസ്ലാമിക ജ്ഞാനങ്ങളുടെ വെളിച്ചം മുസ്ലിം ഉമ്മത്തിന് ലോകത്തിനാകമാനം വിശ്രുതമായ രചനകളിലൂടെയും ചിന്തകളിലൂടെയും കൈമാറിത്തന്ന ഏറെ പ്രശസ്തനായ ആദരിക്കപ്പെടേണ്ട പണ്ഡിതനാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തുകളുടെ ആഴത്തിലുള്ള അറിവുകൾ തന്നെയാണ് അവിടുത്തെ ഗ്രന്ഥങ്ങളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുക. ഇസ്ലാം പണ്ഡിതന്മാരെല്ലാവരും ഏത് വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള അവരുടെ രചനകളിലും പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തുകളെയും സുന്നത്തിനെയും തന്നെയാണ് ആധാരമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളടക്കം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരികവും സാമൂഹികവും ആത്മീയവുമായ നിലപാടുകളുടെ എല്ലാത്തിൻ്റെയും ആശയത്തിൻ്റെ സ്രോതസ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. അൽ കിതാബ് എന്ന ഈ ചിന്താ ശകലങ്ങളെ, ആശയങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന അഭിമാനകരമായ ഈ ഒരു സംരംഭം ഇവിടെ മുന്നോട്ട് വെക്കുന്നതും പരിശുദ്ധ ഖുർആനിക ആശയങ്ങളെ ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഇഹലോക ജീവിതത്തിൻ്റെ നിലപാടുകൾ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഇഹലോക ജീവിതം എന്നതിനെ പരിശുദ്ധ ഖുർആൻ അൽ ഹയാത്തുദ്ദുന്യ, എന്താണ് ഐഹികമായ ജീവിതത്തിൻ്റെ സ്ഥിതി, അതിനോടുള്ള മുസ്ലിമിൻ്റെ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമയുടെ സമീപനം എന്താണ്, എന്തായിരിക്കണം? വിശുദ്ധ ഖുർആൻ അത് ധാരാളം സൂക്തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇഹലോക ജീവിതത്തിൻ്റെ താല്പര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ ഇത്യാദി ധാരാളം ആയത്തുകളിലൂടെ ഈ ആശയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതം നമുക്ക് ആവശ്യമാണ്, നമുക്ക് അല്ലാഹു അനുവദിച്ചു തന്നതാണ്. ഇഹലോക ജീവിതത്തിൽ നമുക്ക് അലങ്കാരങ്ങളും സന്തോഷങ്ങളും എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അത് ശരീഅത്തിൻ്റെതായ പരിമിതികളുണ്ട്. ഭക്ഷണമായാലും ഭോഗമായാലും ഇനി ധനസമ്പാദനത്തിൻ്റെ ഏത് തരത്തിലുള്ള വഴിയായാലും മനുഷ്യന് തൻ്റെ സാമൂഹികവും അതുപോലെയുള്ള കുടുംബപരവുമായ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള ആസ്വാദനങ്ങളായാലും അതിന് ശരീഅത്തിൻ്റെ കൃത്യമായ വഴിയും നിലയും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ്. ആ ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം നമ്മുടെ മുൻപിലുള്ളപ്പോഴും ഇത് ഇത്രേ പറ്റൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് എല്ലാം ഉള്ളവനും എല്ലാം മുന്നിൽ ഇങ്ങനെ തുള്ളിച്ചാടി എടുത്തോളൂ എന്ന രീതിയിൽ സൗകര്യപ്രദമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഇത്രേ പറ്റൂ, ഇതിൻ്റെ അപ്പുറത്ത് പറ്റില്ല എന്ന ഒരു നിലപാടിലേക്ക് ഒരു വിശ്വാസി എത്തുന്നത് എവിടെ നിന്നാണ്? അവിടെ നിന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആത്മീയ സമീപനങ്ങളെ നമ്മൾ കാണേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന. ഇഹലോക ജീവിതത്തിലെ
നന്മകളെ മാത്രം കാക്ഷിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവർ പരലോകം മറന്നുപോകുകയാണ്. വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, അതുകൊണ്ട് തന്നെ അവർക്ക് പരലോകത്ത് നഷ്ടമായിരിക്കും ഉണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പിന്നീട് പറഞ്ഞത് പരലോകത്തെ മാത്രം കാക്ഷിക്കുകയും അതിനുവേണ്ടി മാത്രം പ്രാർത്ഥന നടത്തുകയും ചെയ്യുക എന്നതല്ല. അതിനൊരു സാമാന്യ ആശയമായി, ഒരു പൊതു ആശയമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല, സമർപ്പിച്ചിട്ടില്ല. വ്യക്തിപരമായ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ നിന്ന് അതിൻ്റെ സുഖാഡംബരങ്ങളെയും സന്തോഷങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ തൻ്റെ വ്യക്തിപരമായൊരു തീരുമാനമെന്ന നിലയിൽ അങ്ങനെ ഒരാൾ എടുക്കുകയാണെങ്കിൽ ആൾക്ക് മറ്റ് കമ്മിറ്റ്മെൻറ്റുകളോ ബാധ്യതകളോ ഒന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല. പക്ഷെ അതൊരു സാമാന്യ ആശയമല്ല. പിന്നീട് പരിശുദ്ധ ഖുർആൻ മാതൃകാപരമായ ആശയമായി സമർപ്പിച്ചത് നോക്കൂ നിങ്ങൾ. വമിൻഹും മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇഹലോക ജീവിതത്തിലും സുഖങ്ങളും സന്തോഷങ്ങളും വേണം, പരലോക ജീവിതത്തിൽ ഏതായാലും അത് വേണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും മെനക്കെടുകയും ചെയ്യുന്നവരെ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. വിശുദ്ധ ഖുർആൻ അതിനൊരു മാതൃകാ ജീവിതമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പം ഞാൻ ഒന്നാമത് പറഞ്ഞ ആശയം, ഇഹലോക ജീവിതത്തിൻ്റെ സുഖങ്ങളെയും സന്തോഷങ്ങളെയും നമുക്ക് ആവാഹിക്കാം, നമുക്ക് സ്വീകരിക്കാം, നമുക്കതനുസരിച്ച് ജീവിക്കാം, ആസ്വദിക്കാം. പക്ഷേ അതിന് ശരീഅത്തിൻ്റെ ലിമിറ്റുകളുണ്ട് എന്നതാണ്. അപ്പം നമ്മുടെ മുൻപിൽ അതിരുകളില്ലാത്ത വിധത്തിൽ നമുക്ക് നിർവഹിക്കാനും ഉപയോഗിക്കാനും പറ്റാവുന്ന തരത്തിലുള്ള വലിയ സാധ്യതകൾ നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോഴും ആ സാധ്യതകളെ നമ്മുടെ ഒരു പ്രത്യേക ആശയത്തിൻ്റെയും നിലപാടിൻ്റെയും ഭാഗമായിട്ട് ആ സാധ്യതകളിൽ നമ്മൾ പരിധി വെച്ച് ഉപയോഗിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മതയുള്ള ജീവിതമെന്ന് പറയുന്നത്. അതിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ നടത്തേണ്ട ജിഹാദ്, സമർപ്പണത്തിൻ്റെ, സമരത്തിൻ്റെ, സമരോത്സുകമായ ജീവിതത്തിൻ്റെ കാമ്പ് കിടക്കുന്നത് അവിടെയാണ്. നോക്കൂ നിങ്ങൾ, പരസ്പരം അറിയുന്ന പരിചയമുള്ള രണ്ടാളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. വലിയ സൗഹൃദവും ബന്ധവുമുള്ള രണ്ടോ മൂന്നോ പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടാകുക എന്നത് അതൊരു യാന്ത്രികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംഗതിയാണ്. അതേ സ്ഥാനത്ത് സംസാരിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളൊക്കെ ഉള്ളപ്പോഴും സംസാരിക്കാതിരിക്കുക എന്നതാണ് അവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാം സുംത്ത് എന്ന് പറയുന്നത്. ഖുർആൻ തന്നെ ഇന്നി നദർതു ലിർറഹ്മാനി സൗമ എന്ന് പറഞ്ഞ, അതായത് ഫലൻ നുക്കല്ലിമൽ യൗമ ഇൻസിയ എന്ന് പറഞ്ഞ മൗനം. അപ്പം സംസാരത്തെക്കാൾ, മൗനം വെടിയുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ജിഹാദായി അനുഭവപ്പെടുന്നത് സംസാരിക്കാനുള്ള സൗകര്യങ്ങളും സാധ്യതകളും ഉള്ളപ്പോൾ സംസാരിക്കാതിരിക്കുക എന്നതാണ്. ഈ ആശയം നമുക്ക് പകർന്നു നൽകുന്നത് ഇസ്ലാമിൻ്റെ ആത്മീയമായ കാഴ്ചപ്പാടിൽ നിന്ന് ആണ്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഇഹലോക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഖസാലി റളിയല്ലാഹു തആല അൻഹു, നഫഅല്ലാഹു ബിഹി ആമീൻ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ഇല്ലെങ്കിൽ, അത് ഉള്ളപ്പോൾ മറ്റൊരു കിതാബും അവരുടേതായി മറ്റൊരു കിതാബും ഇല്ലെങ്കിലും എല്ലാത്തിനെയും ഇതിന് കവർ ചെയ്യാൻ സാധിക്കും, എല്ലാ പരിമിതികളും എല്ലാ കുറവുകളും ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഇഹ്യാഇനെ വിശദീകരിക്കുകയും അതിനെ ഇഖ്തിസാർ ചെയ്യുകയും അതിനെ വ്യാഖ്യാനിക്കുകയും അതിനെ പഠിക്കുകയും ചെയ്ത ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ ഒരാളല്ല രണ്ടാളല്ല പല ആളുകളും പറഞ്ഞൊരു വാക്കാണ്. ഇഹ്യുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നുമില്ലെങ്കിലും ഖസാലി ഇമാമിൻ്റെ ആശയം സമൂഹത്തിന് കിട്ടും എന്നതാണ്.
നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ ഇഹ്യയിലേക്ക് പോകും, സൗകര്യത്തിന് വേണ്ടി പോകും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 4 പാർട്ടുകളായിട്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീനിലെ ആശയങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് റുബുഉൽ ഇബാദാത്താണ്, മറ്റൊന്ന് റുബുഉൽ ആദാത്ത്, മറ്റൊന്ന് റുബുഉൽ മുഹ്ലിക്കാത്ത്, നാലാമത്തത് റുബുഉൽ മുൻജിയാത്ത്. ഈ 4 പാർട്ടുകളിലും ഓരോ പാർട്ടിലും 4 വീതം ചെറു ഗ്രന്ഥങ്ങളുണ്ട്. ടോട്ടൽ 40 കിതാബുകളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചത് ഇസ്ലാമിലെ ആത്മീയമായ സമീപനം, ആത്മീയതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തോട് പൂർണ്ണമായും ഒരാൾ സമരം ചെയ്ത് അതിനെ മാറ്റി നിർത്തുക എന്നതല്ല. ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആത്മീയ ജീവിതത്തിലൂടെ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരലോക ജീവിതത്തിലെ സന്തോഷവും അവിടെയുള്ള ആനന്ദവും വിജയവും നമുക്ക് സാധിച്ചെടുക്കണം എന്നതാണ്. അതിനുള്ള സമീപനത്തിൻ്റെ ഭാഗമായി അസ്റാറുസ്വലാത്ത്, കിതാബു അസ്റാരിസ്വല, നിസ്കാരത്തിൻ്റെ സിറുകൾ എന്താണ്, മധുരമുള്ള നിസ്കാരത്തെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നമ്മുടെ നിയ്യത്തിന്, നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാമിന്, നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തിന്, നമ്മുടെ സുജൂദുകൾക്ക്, നമ്മുടെ റുക്കൂഉകൾക്ക് എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖുശൂഉം ഖുദൂഉയോടുകൂടെ റബ്ബിനോടുള്ള ആ പ്രത്യേകമായ ഹൈബത്തും വഖാറും നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു മുസല്ലി, ഒരു നിസ്കരിക്കുന്ന ആൾ സ്വല്ലു സ്വലാത്ത മുവദ്ദിഅ എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ നിസ്കാരത്തിൻ്റെ മധുരതരമായ ഒരു നിസ്കാരത്തിൻ്റെ വലിയ ഒരാശയം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ഇപ്രകാരം അസ്റാറുൽ ഹജ്ജ് ഉണ്ട്, അസ്റാറു സൗമുണ്ട്, അസ്റാറു സക്കാത്തുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഇബാദത്തുകളെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, മനുഷ്യ ജീവിതത്തിലേക്ക് ആവശ്യമായ വിവാഹബന്ധങ്ങൾ, കച്ചവട ബന്ധങ്ങൾ, വ്യവഹാരങ്ങൾ, താമസം, ഭക്ഷണം, ഇതെല്ലാം റുബുഉൽ ആദാത്ത് എന്ന പാർട്ടിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആത്മീയമായ സമീപനത്തെക്കുറിച്ച് ഒരിക്കലും തെറ്റായ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിന് പഴുതുണ്ടാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതില്ല. കാരണം മനുഷ്യന് ജീവിച്ചുകൊണ്ട് തന്നെ, ഇവിടെ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരലോക മോക്ഷവും വിജയവും സാധിച്ചെടുക്കാൻ പറ്റുമെന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തെ അള്ളാഹു ജല്ല ജലാലു ക്രമീകരിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ബൈഅനെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, അതിൻ്റെ മര്യാദകളെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണ് അസ്ബാബുൽ മഈഷ, മഈഷത്തിൻ്റെ ഉപാധികളുമായി ബന്ധപ്പെട്ട്, ജീവനോപാധിയുമായി ബന്ധപ്പെട്ട് തൊഴിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കച്ചവടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വിവിധങ്ങളായ വ്യവഹാരങ്ങളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കച്ചവടത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് പണമുണ്ടാകുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ കച്ചവടത്തിലൂടെ അല്പം വരുമാനമുണ്ടാക്കുക, കൃഷിയായാലും മറ്റു തൊഴിലുകളായാലും ജീവിക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുക എന്നത് തന്നെയാണ് ലോകത്തിലുള്ള താല്പര്യം. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യായിലൂടെ നമ്മളിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ സഞ്ചരിച്ചാൽ പരിശുദ്ധ ഖുർആൻ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കച്ചവടത്തിലൂടെ പരലോക ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും മോശമായ സമീപനം ഉണ്ടാകുന്നതിനെക്കുറിച്ച് വ്യക്തമായ വാണിംഗ് പരിശുദ്ധ ഖുർആൻ വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖ്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. കച്ചവടത്തിലൂടെ പണം സമ്പാദിക്കണമെന്ന ഒരേ ഒരു വ്യഗ്രതയിലും ഒരേ ഒരു വെപ്രാളത്തിലും ഹലാലും ഹറാമും കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള കച്ചവട ജീവിതം നിങ്ങൾക്കുണ്ടാക്കുന്നത് തീരാ നഷ്ടമായിരിക്കുമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാണിംഗ്, പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ പ്രത്യേകമായ താക്കീത് എത്രമാത്രം വ്യക്തതയോടുകൂടെയാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് മാത്രമല്ല സംസാരിച്ചത്,
മറിച്ച് അസ്ബാബുൽ മഈശത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, ഞാൻ വേഗം കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു പോവുകയാണ്, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ മുൻപിൽ നമുക്ക് ചില മുൻഗണനകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഈ രൂപത്തിലാണ്, ചില മുൻഗണനകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ മുൻഗണന പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഇതേ ആശയം വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഇഹലോക ജീവിതത്തിൽ നിങ്ങൾ സംരംഭിച്ചിരുന്ന്, നിങ്ങൾ അതിൻ്റെ മേൽ അടയിരുന്ന് നിങ്ങൾക്ക് പരലോക ജീവിതം നഷ്ടപ്പെടരുത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അങ്ങനെയാണോ? ഒരിക്കലും ആകരുത്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. മറ്റൊരു സ്ഥലത്ത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, നിങ്ങൾക്ക് റബ്ബിൻ്റെ തൃപ്തിയാണോ വേണ്ടത് അതോ പടപ്പുകളുടെ തൃപ്തിയാണോ വേണ്ടത്? ഇപ്പം ഇങ്ങനെയുള്ള ചില സമീപനങ്ങൾ, അതായത് ചില മുൻഗണനകൾ, പ്രയോറിറ്റികൾ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ശരിയായ വെളിച്ചമുള്ള വഴി ഉണ്ടാകുകയുള്ളൂ. ആ വെളിച്ചമുള്ള വഴിയിലേക്കുള്ള ഏറ്റവും അതിൻ്റെ മുമ്പിലുള്ള ചില പ്രതിബന്ധങ്ങളെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആദ്യം വിവരിക്കുന്നുണ്ട്. അതാണ് റുബൂഉൽ മുഹ്ലിക്കാത്ത്. ആ പ്രതിബന്ധങ്ങൾ, ഒന്ന്, റുബൂഉൽ മുഹ്ലിക്കാത്തിൽ നേരത്തെ ഇവിടെ ഹബീബ് ഉമർ തങ്ങളുടെ ഖബസുന്നൂരിൽ മുബീൻ, നമ്മുടെ IPB പ്രസിദ്ധീകരിച്ച വളരെ പ്രശസ്തമായ ഹബീബ് ഉമർ തങ്ങളുടെ ആ ഗ്രന്ഥത്തിൻ്റെ വിവർത്തനമാണ്. അതിൽ നോക്കൂ നിങ്ങൾ, ആ ആശയം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രയോറിറ്റിക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട 4 തടസ്സങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ തടസ്സം ദുനിയാവ് തന്നെയാണ്. അദ്ദുന്യ, ഇതാണ് അവായിക്കിലെ 4 അവായിക്കിൻ്റെ തടസ്സങ്ങളുടെ കൂട്ടത്തിൽ, പ്രതിബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദുനിയാവാണ്. ദുനിയാവിനെ കുറിച്ച് വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, ഞാൻ ആയത്തുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ദുനിയാവ് നമ്മുടെ മുമ്പിൽ തടസ്സമാകുക എന്ന് എത്രയോ തവണ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് തടസ്സമാകുന്നത്, ആ തടസ്സത്തെ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്, പ്രതിരോധിക്കേണ്ടത്? തുദ്ഫഉ ബിസ്സുഹ്ദ് ഫറാഗൻ ലിൽ ഇബാദ വതക്മീലിഹ. നോക്കൂ നിങ്ങൾ, അപ്പോൾ സുഹുദ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പരിത്യാഗം, അതൊക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട്, ഞാനതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സുഹുദിനെ കുറിച്ച് പറഞ്ഞൊരു ആശയത്തെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ബിദവാമി തർക്കി ത്വലബിദ് ദുനിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇഹലോക ജീവിതത്തിൻ്റെ സുഖം മാത്രം അന്വേഷിക്കുകയും അതിനുവേണ്ടി മാത്രം മെനക്കെടുകയും ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നീ ഒരു നിലപാടിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രത്യേക തത്വാധിഷ്ഠിതമായിട്ട് ഭൗതിക ജീവിതത്തോടുള്ള സമീപനം നീ വെച്ച് പുലർത്തണം. അങ്ങനെ ചെയ്താൽ നിനക്ക് ദുനിയാവിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു സുഹുദിലൂടെ ഒന്നാമത്തെ തടസ്സമാകുന്ന ദുനിയാവിനെ നിനക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഹൽക്കാണ്, പടപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രതിസന്ധി. എന്നാൽ പടപ്പുകളിൽ നിന്ന് മാറിയിട്ട് ഏതെങ്കിലും വനവാസ ജീവിതം നയിക്കണമെന്നാണോ? ഒരിക്കലും വിശുദ്ധ ഖുർആൻ അതിനൊരു സാമാന്യ ആശയമായി, ഒരു പൊതു ആശയമായിട്ട് അവതരിപ്പിച്ചിട്ടില്ല. അവിടെ മനുഷ്യരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മൾ അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവരിൽ നിന്ന് നല്ലത് സ്വീകരിക്കുകയും നല്ലതല്ലാത്തതിനെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നമുക്ക് ആവശ്യമില്ലാത്തത്, അത്യന്താപേക്ഷിതമല്ലാത്തതിനെ നമ്മൾ മാറ്റി നിർത്തുക എന്നതാണ്. അപ്പോൾ ഹൽക്കിനോടുള്ള ഒരു സമീപനത്തിലും യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗണനക്ക്, നമ്മുടെ പ്രയോറിറ്റിക്ക് തടസ്സമാകുന്ന രണ്ടാമത്തെ തടസ്സത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സമീപനത്തിൽ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ശൈത്വാനാണ്. ശൈത്വാൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ഈ ആശയം വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്, ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ ലാ തഅബുദ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅൻ ഇഅ്ബുദൂനി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ വളരെ വലിയ രീതിയിൽ താക്കീദിൻ്റെ സ്വരത്തിൽ തന്നെ, വലിയ ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ
പിശാചിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും പിശാചിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ലൗവിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നോക്കൂ നിങ്ങൾ, അപ്പോൾ പൈശാചികമായ പ്രേരണകൾ, ഈ പൈശാചികമായ പ്രേരണകളിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ പിശാച് എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്ത അഴവാനുണ്ട്, അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള സൈന്യങ്ങൾ, ജുനൂദ് പിശാചിനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അത് നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളിലും ഇപ്പം നമുക്ക് സ്വതക്ക ചെയ്യുന്ന സമയത്ത് അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, നിങ്ങൾക്ക് നാളെ ദാരിദ്ര്യമുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ വല്ലാഹു യഇദുക്കും മഗ്ഫിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന ഓഫർ, നിങ്ങൾ സ്വതക്ക ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു പൊറുത്തു തരും എന്ന ഓഫറാണ്. അതേ സ്ഥാനത്ത് നാളെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ നാളെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വഴിയില്ലാതെ പോകില്ലേ എന്ന ഒരു വലിയ വാണിങ് നമ്മുടെ മുൻപിൽ നാസിഹായി പിശാച് നിരന്തരമായി നമ്മുടെ മുന്നിലും പിന്നിലും നമ്മുടെ മുൻപിലും പിൻപിലുമായിട്ട് പിശാച് നിരന്തരമായി ഈ ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഈ പിശാചാണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തത്. നാലാമത്തത് നഫ്സാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ അദുവ്വും മിൻ ദാഖിരിൻ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ശത്രുവാണ്. മഹ്ബൂബുൻ, ഏറെ പലപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. കാരണം നഫ്സിന്റെ താല്പര്യങ്ങളോട് നമുക്ക് വലിയ ഇഷ്ടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകും. യഅ്ലുമു ലററു വൽ മുഹിബ്ബു അഅമ, യഥാർത്ഥത്തിൽ ഈ നഫ്സിനെ ഇഷ്ടപ്പെടുന്ന ആള് ഐബ മഹ്ബൂബി, നഫ്സിന്റെ ഐബിനെ കുറിച്ച്, അതിൻ്റെ തോന്നിയാസങ്ങളെക്കുറിച്ച് അജ്ഞരാണ് എന്ന ശക്തമായ വാണിംഗ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. ഞാൻ ചുരുക്കി പറയുന്നു, അപ്പോൾ ഈ തടസ്സങ്ങൾ, ഈ പ്രയോറിറ്റികൾ, നമ്മുടെ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി തഖ്വയാണ്. തഖ്വ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, റബ്ബിന്റെ സഹായവും റഹ്മത്തും ഉണ്ടാകുന്നത് തഖ്വയുള്ളവർക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലു ഖൗലൻ സദീദൻ, തഖ്വയുണ്ടെങ്കിൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, അപ്പോഴാണ് നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം, നിങ്ങളുടെ വ്യവഹാരങ്ങൾക്കൊക്കെ ഒരു സുതാര്യതയും ഒരു സന്തോഷവും സമാധാനവും നന്മയുണ്ടാകുന്നത് തഖ്വയുണ്ടാകുമ്പോഴാണ്. വഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബു തഖ്വയെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫലാ ഗായത ഫൗഖ തഖ്വ, തഖ്വയേക്കാൾ മേലെ നമുക്കൊരു ലക്ഷ്യമില്ല എന്നതാണ്. തഖ്വയുടെ അപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യമില്ല എന്നതാണ്. അപ്പം ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നതാണ് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ മഅ്കല്, മശ്റബ്, മസ്കൻ, നമ്മുടെ ജീവനോപാധികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കൂട്ടുന്ന എല്ലാ സംഗതികളും നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിന് യഥാർത്ഥത്തിൽ അത് സമ്പാദിക്കുന്നിടത്തും നേടിയെടുക്കുന്നിടത്തും ഏത് തരത്തിലുള്ള വഴിയിലൂടെ ആയിരിക്കണം അത് കണ്ടെത്തേണ്ടത് എന്നതിന് നിങ്ങളുടെ മുമ്പിൽ തഖ്വ ഒരു സാധായി, തഖ്വ ഒരു പ്രതിരോധ വസ്തുവായി, ഒരു പ്രതിരോധ ആശയമായി നിങ്ങൾക്കുണ്ടാകണം എന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകുകയും ആ വഴിയിൽ ആത്മജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ പിന്നീടും ഒരു സ്ഥിര തടസ്സങ്ങളല്ലെങ്കിലും ചില പ്രത്യേക ഹാത്തുറത്തുകളായിട്ട് നമ്മുടെ ഉള്ളിൽ ചില പ്രത്യേക എന്താ പറയുക, ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ചില ആശങ്കകളായിട്ട് ചില അവാരിതകൾ ഉണ്ടാകും. ആ അവാരിതകൾ ഒന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹമ്മുർ റിസ്ഖ്, റിസ്ഖുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മാർഗങ്ങളുമായി, ജീവിതത്തിന് ആവശ്യമുള്ള വിവിധങ്ങളായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആദിയാണ്. ആ ആദിയുടെ പരിഹാരം കിതാബു തവക്കുൽ. കിതാബു തവക്കുൽ എന്ന ആശയം തൗഹീദിന്റെ ഭാഗമായിട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. കിതാബു തൗഹീദിലാണ് തവക്കുൽ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന്റെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗമാണ് തവക്കുൽ. അപ്പൊ റിസ്ക്കിനോടുള്ള ഹമ്മിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലന. ജീവിക്കാനുള്ള മാർഗങ്ങളും വഴികളൊക്കെ റബ്ബ് നമുക്ക് പറഞ്ഞു തന്ന്, പഠിപ്പിച്ചു തന്ന്, അറിയിച്ചു തന്ന സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ആ വഴിക്കപ്പുറത്ത് നമ്മൾ മറ്റ് ആശങ്കകൾ എന്തിനാണ്? നോക്കൂ നിങ്ങൾ, ഇതാണ് ഹമ്മുർ റിസ്ഖുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന് ഖലാ ആണ്. ഖലാഇനെ കുറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എന്തായാലും അത് ഏറ്റുവാങ്ങുക എന്നതല്ലാതെ, അത് സ്വീകരിക്കുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല.
ഖലഖ കുല്ല ശൈഇൻ ബിഖദർ വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. പരിശുദ്ധ ഖുർആൻ ഖദറുമായി ബന്ധപ്പെട്ട് ഈ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. പിന്നീടും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മൾ ഉണ്ടാക്കും. ആ അസ്വസ്ഥതകൾ അതിന് പരിഹാരമായിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ക്ഷമയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബു സ്വബ്ർ വത്തവക്കുൽ വളരെ വിശദമായി എങ്ങനെയാണ് സ്വബ്ർ, എന്തുകൊണ്ട് നമുക്ക് സ്വബ്ർ, ഈ ആശയം വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇഹലോക ജീവിതത്തിലൂടെ തന്നെ ആത്മീയമായ, അതായത് ഇഹലോക ജീവിതത്തിലൂടെ തന്നെ പരലോക ജീവിതത്തിൻ്റെ വിജയം കൈവരിക്കുക എന്ന ഒരു മുസ്ലിമിൻ്റെ സാമാന്യ ജീവിതത്തിൽ തനിക്ക് കൂടെ കൊണ്ടു നടക്കാനുള്ള ഏറ്റവും വലിയ ആശയമാണ് യഥാർത്ഥത്തിൽ തസവുഫ് എന്ന് പറയുന്നത്. കാരണം ഭക്ഷണം ഉണ്ടാകണം, നമുക്ക് തൊഴിൽ വേണം, പണം വേണം, ഈ സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നതിൻ്റെ അപ്പുറത്തും ഉള്ള ചില സാധ്യതകൾ, അതായത് ഹറാമിൻ്റെ ചില സാധ്യതകൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടപ്പുണ്ട്. ഒരു പക്ഷേ ഹലാലിനേക്കാൾ ഏറെ എളുപ്പവുമായിരിക്കാം ഹറാമിൻ്റെ സാധ്യതകൾ. ആ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യി ഹലാലിൽ മാത്രം ഒതുങ്ങി ജീവിക്കുക എന്ന ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ മഹത്തായ, ഉന്നതമായ, മൂല്യവത്തായ ആത്മജ്ഞാനത്തിൻ്റെ വിഷയങ്ങളിലേക്ക് വലിയ വെളിച്ചം നൽകിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സമീപനം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കമുള്ള കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് വഞ്ചനയുടെയും തട്ടിപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും അസ്വസ്ഥതകളുടെയും സമാധാനക്കേടിൻ്റെയും പലതേ തരത്തിലുള്ള അപകടങ്ങളും അപായങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തും തസവുഫ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു ആശയമായി സമർപ്പിച്ചു തന്ന ആത്മജ്ഞാനത്തിൻ്റെ ആ മഹാവഴി, ആ സുതാര്യവും സത്യസന്ധവുമായ വഴിയിലേക്കുള്ള ആളുകളുടെ അന്വേഷണങ്ങളും അതിലൂടെയുള്ള ജീവിതവും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ കൂടുതൽ അധികരിച്ച ഈ കാലത്ത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ വായിക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് കൂടുതൽ അവസരം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു.